പ്രവേശിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇതാണ് കർത്താവിന്റെ കവാടം. നമുക്കിതിലൂടെ പ്രവേശിക്കുകയും കരുണയും പാപമോചനം നേടുകയും ചെയ്യാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാകുന്നു വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് പുറത്തേക്ക് പോകാമെന്നതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആരും അറിയില്ല, പഠിച്ചിട്ടുണ്ടെന്ന് കഴിച്ചോളൂ. വാലൊക്കെ തുറന്നിട്ട് സമാധാനം നിങ്ങളോട് കൂടെ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സർവ്വ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് എന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, ഇടയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ഈശോയെ പ്രിയ സഹോദരി സഹോദരന്മാരെ, തീർത്ഥാടന കേന്ദ്രമായ ഈ ദേവാലയത്തിൽ വിശുദ്ധ കവാടം തുറന്നുകൊണ്ട് കരുണയുടെ ശുഭവർഷം ആരംഭിച്ചിരിക്കുന്നു. കരുണയുടെ വർഷം പ്രഖ്യാപിക്കുമ്പോൾ അർത്ഥവത്തായ ഒരു വാക്യം നമ്മുടെ മുമ്പിൽ വച്ചു തന്നിരിക്കുന്നു. പിതാവിനെ പോലെ കരുണയുള്ളവരായിരിക്കുക. നിങ്ങളെല്ലാം കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക. ആ ദൈവവചനമാണ് നമ്മുടെ ചിന്തയിലേക്കും പ്രാർത്ഥനയിലേക്കും പരിശുദ്ധ പിതാവ് തരുന്നത്. പിതാവ് കരുണയുള്ളവരാണ്, നമ്മൾ കരുണയുള്ളവരായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ് ഈ കരുണയുടെ വർഷം നാം ചെയ്യണമെന്ന് പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പിതാവിൻ്റെ കരുണ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണം, അനുഭവിക്കണം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമെല്ലാം നാം പഠിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവം ശിക്ഷിക്കുന്നവനായി പ്രതിപാദിക്കുന്നതായി നാം കാണുന്നുണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ പാടി പുകഴ്ത്തുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് സംഭവങ്ങളുമുണ്ട്. സങ്കീർത്തനങ്ങൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനാ ഗ്രന്ഥമാണ്. അതിൽ തന്നെ പല സങ്കീർത്തനങ്ങളിലും പ്രത്യേകമായി ദൈവത്തിൻ്റെ കാരുണ്യത്തെ എടുത്തു പറയുന്നുണ്ട്. 136-ാമത്തെ സങ്കീർത്തനത്തിൽ
ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാകുന്നു എന്ന് മറുപടിയായി ജനങ്ങൾ ചൊല്ലുന്നുണ്ട്. 25-ാമത്തെയും അതുപോലെ 86-ാമത്തെയും സങ്കീർത്തനങ്ങളും 106, 107 സങ്കീർത്തനങ്ങളുമെല്ലാം ദൈവത്തിന്റെ കാരുണ്യത്തെ പാടി പുകഴ്ത്തുന്ന സങ്കീർത്തനങ്ങളാണ്. ദൈവം കരുണയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ശിക്ഷയല്ല ദൈവത്തിന്റെ പ്രകൃതി. ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. പ്രവാചകന്മാരിലൂടെയും ഒക്കെ ദൈവജനത്തെ രക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്. അവസാന കാലഘട്ടത്തിൽ ദൈവം തന്നെ പുത്രനിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുന്നത് കരുണയുടെ മുഖമാണ് യേശുക്രിസ്തു എന്ന്. യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൽ പിതാവ് എപ്രകാരം കരുണയുള്ളവനാണ് എന്ന് നമ്മെ പഠിപ്പിച്ചതും ജീവിച്ച് കാണിച്ചു തന്നതും. ഞാൻ ഭാവികളെ അന്വേഷിച്ചു വന്നവനാണ്, സൗഖ്യമുള്ളവരെ അല്ല രോഗമുള്ളവരെയാണ് അന്വേഷിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജൂബിലിയുടെ പ്രഖ്യാപനം ലൂക്ക 4-ാമത്തെ അധ്യായം 16 മുതൽ വാക്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും ദൈവത്തിന് സ്വീകാര്യമായ വത്സരമിതാണെന്ന് പ്രഖ്യാപിക്കാനും ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ അവൻ ജൂബിലി വർഷത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അന്ന് അവിടെ നസ്രത്തിലെ സിനഗോഗിൽ നടന്നത്. അത് തന്നെയാണ് യേശു ചെയ്തത്. പാപികൾക്ക് അവിടുന്ന് മോചനം നൽകി, രോഗികൾക്ക് സൗഖ്യം നൽകി, സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് വിടുതൽ നൽകി. അവിടുന്ന് സമ്പൂർണ്ണ രക്ഷയും ദൈവത്തിന്റെ കരുണയും നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ 3 ഉപമകളും ദൈവത്തിന്റെ കരുണയെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തെ പിതാവിനെ തള്ളിപ്പറഞ്ഞ് പുറപ്പെട്ടു പോയ മനുഷ്യൻ, ധൂർത്തനായ മകൻ, അവൻ തിരികെ വന്നപ്പോൾ പിതാവ് അവനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ മുഖമാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന്റെ കരുണയെ കുറിച്ച് പഠിക്കണം. ദൈവത്തിന്റെ കാരുണ്യത്തെ പറ്റി പറയുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ ഈ വർഷം പ്രത്യേകമായി വായിച്ച് പഠിക്കണം. ദൈവം നമ്മോട് എപ്രകാരം കരുണ കാണിക്കുന്നു എന്നും കാണിച്ചിരിക്കുന്നു എന്നും നമ്മൾ അനുഭവിച്ചറിയണം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യമാണ് ഇത്രയും കാലം നമ്മെ കൊണ്ടു നടന്നതും നമ്മെ സംരക്ഷിച്ചതും. ഈ നല്ല ദൈവത്തിന്റെ കരുണയുടെ മുമ്പിൽ ശിരസ് നമിച്ച് ദൈവത്തിന് നന്ദി പറയേണ്ട വത്സരമാണ് ഈ അടുത്ത വർഷം. ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ചറിയുന്ന നമ്മോട് സഭ പറയുകയാണ്, മാർപ്പാപ്പ പറയുകയാണ്, ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പിതാവ് നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും